ഇപ്പോൾ ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് എന്താണെന്ന് വെച്ചാൽ മിക്കവർക്കും അറിയാതിരിക്കാം. നമ്മുടെ ഏത്തവാഴയുടെ മാങ്ങെന്ന് പറയും ചില സ്ഥലത്ത്, ഞങ്ങളുടെ ഇവിടേക്കൊക്കെ വാഴക്കല്ല എന്ന് പറയും. അതായത് നമ്മൾ ഏത്തവാഴ കായ മൂത്തിട്ട് കൊല വെട്ടി പോവുമല്ലോ, കൊല വെട്ടി പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആ വാഴക്കടയൊക്കെ സ്ഥലം ഒഴിവാക്കാനും പിന്നെ അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വാഴക്കടയൊക്കെ ഇടയ്ക്ക് എടുക്കും. ഇടയ്ക്കെടുത്ത് അതിൽ നല്ല കന്നുകളുള്ളത് നടാനെടുക്കും. അല്ലാണ്ട് പിന്നെ അതിൽ ഈ മാങ്ങകൾ ചെറിയ ചെറിയ കല്ലകൾ വരുന്നത് നമ്മൾ കറി വെക്കാൻ എടുക്കും. ഇത് ഇപ്പോൾ കിട്ടാനില്ല, പറമ്പിലൊന്നും ഇല്ല. അപ്പോൾ ഇതെനിക്ക് ഒരാൾ തന്നതാണ്. അപ്പോൾ അത് ഞാൻ നമുക്ക് കറി വയ്ക്കാം, ചെത്തി ഇതാക്കി നമുക്ക് എടുക്കാം. ഇതിങ്ങനെ ചിലത് കരിക്കുത്ത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കളഞ്ഞ് നല്ലതാണ്. പയറ അല്ലെങ്കിൽ മുതിര എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. ഇതേപോലെ കനം കുറച്ച് നമ്മൾ വട്ടം നുറുക്കി എടുക്കാം. അതിൽ നൂലുണ്ട്, ഈ നൂല് കൈ കൊണ്ട് എടുക്കാം, കൊണ്ട് എടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഈർക്കിലി കൊണ്ടൊക്കെ ചുറ്റി എടുക്കാം. ഞാൻ പണ്ടൊക്കെ മുള്ളിൻ്റെ ഈ നമ്മുടെ പട്ടിലിൻ്റെ മുള്ള് കമ്പുള്ളത് അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പട്ടിലിൻ്റെ മുള്ള് വെട്ടി ഞാൻ സൂക്ഷിക്കും. എന്നുവെച്ചാൽ പണ്ട് ഏത്തവാഴ കൃഷിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പറമ്പിൽ. അപ്പോൾ സ്ഥിരം വയ്ക്കും. വാഴക്കല, കപ്പയും വാഴക്കലയും കൂടി പുഴുക്കുണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ നൂല് ചുറ്റാനായിട്ട് മുള്ളിങ്ങനെ കമ്പായിട്ട് നിർത്തി അതുകൊണ്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ വേഗം നൂലൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ അതിന് പട്ടിലും ഇല്ല, വാഴയും ഇല്ല, വാഴക്കലയും കിട്ടാനില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈർക്കിലി കൊണ്ട് ചുറ്റി കളയാവുന്നത് കളയാം. ഇത് ഇങ്ങനെ കണ്ട നൂല് നന്നായിട്ടുണ്ടാവും. അതേപോലെ വട്ടം ഇങ്ങനെ കനം കുറച്ച് മുറിച്ചെടുക്കുക, കഷ്ണങ്ങളാക്കി. ഇങ്ങനെ നമുക്ക് നല്ലതാണിത്. ഇതൊക്കെ പണ്ട് വാഴക്കല്ല കാരണന്മാർ ഇത് ഒരെണ്ണം കളയില്ല. പണ്ടത്തെ കാരണന്മാർ കപ്പ വാഴക്കല്ല ഇട്ടൊക്കെ പുഴുക്കുണ്ടാക്കും. അതേപോലെ നമ്മുടെ ചേമ്പ് പറിച്ചിട്ട് അതിൻ്റെ വിത്തൊക്കെ മാറ്റിയിട്ട് നടാനുള്ള ഭാഗം മുറിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ കടഭാഗം മുറിച്ച് അത് ഒന്ന് കിടന്ന് വെള്ളം വരിഞ്ഞ് കഴിയുമ്പോഴാണ് നല്ലത്. നന്നായിട്ട് വെന്തൊക്കെ കിട്ടും. അതും പിന്നെ മെഴുക്ക് പുരട്ടി പോലെയൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉപ്പേരി കൂട്ടാൻ വയ്ക്കാമെന്നാണ് പറയുക. അപ്പോൾ മെഴുക്ക് പുരട്ടി പോലെ വെക്കും. മറ്റേ മുതിര പയറ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കും. നല്ലതാണ്. പണ്ടത്തെ കാരണന്മാർ തീറ്റ അതൊക്കെയാണല്ലോ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ നോക്കാറുമില്ല. കുറേ കാലമായി എനിക്കിത് കിട്ടാണ്ടും വെക്കാണ്ടും ഇതൊക്കെ. ഇത് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ നമുക്ക് അരിഞ്ഞ് ഇങ്ങനെ കീറണം. അപ്പോൾ കനം കുറച്ച് വട്ടം നുറുക്കിയിട്ടത് ഇങ്ങനെ കീറിയിട്ട് ഇതേപോലെ അരിഞ്ഞ് എടുക്കുക. പണ്ടൊക്കെ എൻ്റെ അമ്മായിയമ്മയൊക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് വലിയ മുട്ടിമ വെച്ചിട്ട് ഇങ്ങനെ വെട്ടി ഇതാക്കി എടുക്കും. അപ്പോൾ വേഗം അപ്പോൾ കഷ്ണങ്ങൾക്ക് വലിപ്പമൊക്കെ ഉണ്ടാവുക അവരങ്ങനെ ഇതാക്കുമ്പോൾ. ഇത്തിരി ബലം പിടിക്കണം നമ്മൾ നുറുക്കാൻ. വെച്ചാൽ നൂലൊക്കെ ഉള്ള കാരണമാണത്. ഇങ്ങനെ ഇതിനൊക്കെ ഇതെടുക്കാം. കയ്യിൽ കത്തി കൊള്ളാണ്ട് അവർ വെട്ടുകത്തി കൊണ്ടൊക്കെയാണ് വലിയ മുട്ടിമ വെച്ചിട്ട് ഇതാക്കിയെടുക്കാം. ഇത് നമ്മൾ വാഴക്കല അരിഞ്ഞ് വെള്ളത്തിലിട്ടു. എന്നിട്ട് ഇത് ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കാം. മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈർക്കിലി പിടിക്കേണ്ട രീതി. അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയെടുക്കുക. 3 വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഇതാക്കിയെടുക്കുക. അപ്പോൾ ഇതേ അത്യാവശ്യം ഇനിയുണ്ട് ചുറ്റാൻ. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ചുറ്റിന് ഇങ്ങനെ കിട്ടി. അത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ എല്ലാ നൂലും ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നൂലൊക്കെ ചുറ്റി ഇതേപോലെ ആക്കിയെടുത്തു. അപ്പോൾ ഇതിൽ നൂലിൻ്റെ ഇതൊന്നും ഇല്ല. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇത്രയ്ക്ക് പയറാണ്, ഒരു 2 കൈ പയർ എടുത്തിട്ടുണ്ട്. നല്ല വെള്ളത്തിലിട്ട് കുതിർത്തി എന്ന് വെച്ചാൽ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാൽ ഓട്ടയില്ലാന്ന് പറയും. നല്ല നമ്മൾ പച്ചപ്പയർ കറി വെക്കണ പോലെ ഇരിക്കും. അപ്പോൾ അത് വാഴക്കലയ്ക്ക് നല്ല വേവുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വാഴക്കല വെച്ചൊന്ന് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് പയറിടണല്ലോ, അല്ലെങ്കിൽ പയർ വെന്തുടഞ്ഞ് പോകും കുക്കറിലാവുമ്പോൾ. അപ്പോൾ നമുക്കത് ചെയ്യാം.
അല്പം വെള്ളം ഒഴിച്ച് ഇതിപ്പോൾ ഇങ്ങനെ വെന്ത് ഇതായി. പയർ ഇത്തിരി കുറവായി പോയി, കുറച്ചുകൂടി വേണ്ടതായിരുന്നു പയറെന്ന് വെച്ചാൽ ഇതിന് പയറാണ് കൂടുതലും എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വെന്തു. നമുക്കിനി ഇത് കാച്ചാം. ഞാൻ ഉള്ളി, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തുണ്ടുകളഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട്. മുമ്പ് കാണിക്കാറുള്ളതാണ്. അതേപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പിടി ഉള്ളിയും ഒരു കുടത്തിൻ്റെ പകുതി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാച്ചാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കടുക് ഇടേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമല്ല. അതിലും കുറച്ച് കടുക് പൊട്ടട്ട. കടുക് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് വെക്കാം. ആ ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ അതിനിടയ്ക്ക് നമുക്കത് ഉപ്പ് നോക്കാം. ഉപ്പ് വേവിച്ച് വെച്ച പയറും വാഴത്തലയും ഉപ്പുണ്ടോ ഉപ്പുണ്ടോ നോക്കിയത്. ചാക്കണ്ടല്ലോ. പയർ തീരില്ലണ്ടായില്ല. ഉള്ളി മുമ്പ് എനിക്ക് കുറച്ച് കറി ചേർത്തരാ. ഇതിലേക്ക് നമുക്ക് നുറുക്കിയ മുളക് ഒരു 2 സ്പൂണ് കൊടുത്തു. മിളകുന്ന ചുമ ഇത് മൂത്തു. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ വാഴക്കല്ലും പയറ് പയറൽപ്പം കുറഞ്ഞു പോയി. ഞാൻ വെച്ചാൽ വാഴക്കല കേടുണ്ടെങ്കിൽ പിന്നെ പയർ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ഇത് വെക്കണ്ടേന്ന് വെച്ചിട്ട് അത് കായ. അപ്പോൾ കുഴപ്പമില്ല. പയർ നന്നായിട്ട് വേണതിന്. വെള്ളമൊക്കെ വറ്റി കല്ലും പയറും മെഴുക്ക് വരട്ടി വെച്ചത് പാകമായി. നമ്മളിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. ഇത് സൂപ്പറാണ്. കഞ്ഞി കുടിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കഞ്ഞിക്കൊക്കെ. അതിപ്പോൾ ഈ സമയത്ത് ഈ സീസണിലാണ് കിട്ടുള്ളൂ. നമുക്ക് ഏത്തവാഴയുടെ കല്ലാണ് ഇതിനെടുക്കുക, മറ്റുള്ള ഇതിനൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് കിട്ടാൻ താപ്പുണ്ടെങ്കിൽ സൗകര്യം ഇത് കിട്ടാൻ സൗകര്യമുള്ളവർ ഇത് വെച്ച് നോക്കുക. നല്ലതാണ് കഞ്ഞി കുടിക്കാനും ഇതൊക്കെ ആയിട്ട്. കഞ്ഞിക്കാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ നേരം കട്ടൻ ചായ കുടിക്കണമെങ്കിൽ ഇത് കോരുക്കാൻ ഞങ്ങൾ പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്തായിരുന്നത്. കട്ടൻ ചായ കുടിക്കുമ്പോൾ ഇത് കോരി തിന്നുകൊണ്ട് കട്ടൻ ചായ കുടിക്കും.